എല്ലാവർക്കും മനോജ് നാഗേരിയുടെ കെം ലെക്ചേഴ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ ഡിസ്കസ് ചെയ്ത്? നമ്മൾ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിനെ അവയുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ ഡിഗ്രി ഓഫ് ഓർഡർ അനുസരിച്ച് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. അതായത് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പ്രസന്റ് ആയ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ നാച്ചറും അവ തമ്മിലുള്ള ബൈൻഡിങ് ഫോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലതായിട്ട് വർഗീകരിച്ചു. ആ വർഗീകരണം നമ്മൾ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോവലന്റ് ക്രിസ്റ്റലൈൻ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കോവലന്റ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ചെയ്തു. ഇന്ന് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചിട്ടാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു പ്രത്യേകത എന്താണ്? ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ റെഗുലർ ആയിട്ട് 3 ഡയമെൻഷണൽ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുക നമ്മൾ പറഞ്ഞു. അപ്പം ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പം കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമാണ്. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ എടുക്കുമ്പം അവിടെ ഒരു മെയിൻ ക്രൈറ്റീരിയ എന്താണ്? അവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഒരു റെഗുലർ ഓർഡറിൽ റിപ്പീറ്റഡ് പാറ്റേണിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കും. എന്താണ് the main characteristic feature of a crystalline solid is its regular and repeated pattern of arrangement of its constant particle. Crystalline solids in the constant particle regular ആയി repeated fashion in the 3 dimensional arrange ചെയ്തിരിക്കും. ആ കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇത് ഞാൻ ബോർഡിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്പിയർ ഉപയോഗിച്ചിട്ടാണ്, അല്ലെ? സ്പിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യാറ്. ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തൊക്കെയാവാം? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആറ്റംസ് ആവാം, അയൺസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം. അപ്പൊ ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ സ്പിയർ ആയിട്ടാണ് സാധാരണഗതിയിൽ നോട്ടേറ്റ് ചെയ്യാറ്. അപ്പൊ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഞാൻ 3 ഡയമെൻഷൻ രീതിയിൽ ഒരു ഓർഡർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഞാൻ ബോർഡിൽ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചു വിചാരിച്ചോളൂ. ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിലെയും ഞാൻ ഇവിടെ എന്താണ്, ഇത് സ്പിയർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ, ഞാൻ വരയ്ക്കാൻ പോകുന്നതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ്. ഈ വരയ്ക്കുന്നതൊക്കെ എന്താണ്? ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ്. അങ്ങനെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ധാരാളം എന്തുണ്ടായിരിക്കും? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഇല്ലേ? ധാരാളം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഈ പാറ്റേൺ ഇങ്ങനെ നീണ്ടുപോകും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ എന്താ ഈ വരച്ചിരിക്കുന്നത് എന്താണ്? ഇത് ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ ഞാൻ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്തായിട്ടാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്? സ്പിയർ ആയിട്ടാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പിയറിന് പകരം ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെയും ഓരോ പോയിന്റ് ആയിട്ട് നൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കും. അതായത് ഇവിടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളൊക്കെ എന്താണ്? സ്പിയർ അല്ലേ? ആ സ്പിയറിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെയും ഓരോ പോയിന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് വിചാരിക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഒരു പോയിന്റ് വെച്ച് നൊട്ടേറ്റ് ചെയ്തു, ഈ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഒരു പോയിന്റ് വെച്ച് നൊട്ടേറ്റ് ചെയ്തു. ഈ ഇങ്ങനെ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്തു? സ്പിയറിന് പകരം ഓരോ പോയിന്റ് വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്ത് വിചാരിക്കാം. അപ്പൊ ഈ അറേഞ്ച്മെന്റ് എങ്ങനെയായി? ദിസ് ഈസ് ദ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഓഫ് എ ക്രിസ്റ്റൽ. ബട്ട് എന്താ വ്യത്യാസമുള്ളൂ? ഈച്ച് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് ഡെപിക്റ്റഡ് ബൈ എ പോയിന്റ്. ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഡെപിക്ട് ചെയ്തത്? ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഡെപിക്ട് ചെയ്തത്. മനസ്സിലായോ? ഇത്തരത്തില് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് സബ്സ്റ്റൻസിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ്? ക്രിസ്റ്റൽ ലാറ്റിസ്. ആ വേർഡ് നിങ്ങൾ മറന്നുപോലും. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്? നമ്മൾ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു ടേം ആണ് ഇത്, ക്രിസ്റ്റൽ ലാറ്റിസ്. എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ കാണിച്ചിരിക്കുന്നത്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഞാൻ 3 ഡയമെൻഷണൽ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തു. പക്ഷേ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ നൊട്ടേറ്റ് ചെയ്യാൻ സ്പിയറിന് പകരം നമ്മൾ എന്താ അവിടെ നൊട്ടേറ്റ് ഉപയോഗിച്ചത്? ഓരോ പോയിന്റ് യൂസ് ചെയ്തു.
അത്തരത്തിലുള്ള 3-dimensional റെപ്രസെന്റേഷൻ വിളിക്കുന്ന പേരാണെന്ത്? ക്രിസ്റ്റൽ ലാറ്റിസ്. അപ്പൊ നമുക്ക് എങ്ങനെ ക്രിസ്റ്റൽ ലാറ്റിസിനെ ഡിഫൈൻ ചെയ്യാം? എളുപ്പമാണ്. ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി 3-dimensional arrangement of constant particle of a crystal which are represented diagrammatically such that each constant particle depicted by a point. ഒരു പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെയും നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. Such an arrangement is known as crystal lattice. Crystal lattice എന്ന സിമ്പിൾ ആണ്. 3-dimensional arrangement of constant particle of a crystal. അവിടെ എന്താണ് നമ്മൾ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളും നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഡെപിക്ട് ചെയ്യുന്നത്? ഓരോ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് ഡെപിക്ട് ചെയ്യുന്നത്. ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇനി ക്രിസ്റ്റൽ ലാറ്റിസിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പറയാറുണ്ട്. അതെന്തൊക്കെയാണ്? അത് നമ്മൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്? ഓരോ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇൻ ക്രിസ്റ്റൽ ലാറ്റിസ് ഈച്ച് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് നൊട്ടേറ്റഡ് ബൈ എ പോയിന്റ്. ഈച്ച് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് നൊട്ടേറ്റഡ് ബൈ എ പോയിന്റ്. ഓരോ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. എന്താണ്? ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. അപ്പൊ ലാറ്റിസ് പോയിന്റ് എന്ന ഒരു പുതിയ ടേമാണ്. രണ്ടാമത്തെ ഫീച്ചറിൽ വരുന്നതാണ് ഇത് ലാറ്റിസ് പോയിന്റ്. എന്താ ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ പോയിന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു നൊട്ടേറ്റ് എ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റലൈൻ സോളിഡ് ഈസ് നോൺ ആസ് ലാറ്റിസ് പോയിന്റ്. എന്താണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഇത് ലാറ്റിസ് പോയിന്റ്. മറന്നു പോയത്. അപ്പൊ ആദ്യത്തെ ഫീച്ചർ എന്താ നമ്മൾ പറഞ്ഞത്? ക്രിസ്റ്റൽ ലാറ്റിസിൽ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ എന്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്? ഓരോ പോയിന്റ് ഉപയോഗിച്ചിട്ട് നൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആ പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണ്? ലാറ്റിസ് പോയിന്റ്. അപ്പൊ ആരെയും ചോദിക്കുകയാണ് ലാറ്റിസ് പോയിന്റ് എന്താണ്? ലാറ്റിസ് പോയിന്റ് ഈസ് യൂസ്ഡ് ടു നൊട്ടേറ്റ് ഓർ ഇറ്റ് ഈസ് ദ പോയിന്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു നൊട്ടേറ്റ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ്. ഓരോ ക്രിസ്റ്റൽ ലാറ്റിസിലും ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ലാറ്റിസ് പോയിന്റുകളൊക്കെ നമ്മൾ ഒരു ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാൻ വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ എന്ത് കിട്ടും? ജോമെട്രി കിട്ടും. മനസ്സിലായോ? എന്താണ്? ഈ ലാറ്റിസ് പോയിന്റുകളൊക്കെ നമ്മൾ ഒരു ലൈൻ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ we obtain the geometry of the crystal lattice. അങ്ങനെ 3 ഫീച്ചറാണ് ക്രിസ്റ്റൽ ലാറ്റിസിനുള്ളത്. മനസ്സിലായോ? ലാസ്റ്റത്തെ ഫീച്ചർ എന്താണ്? we obtain the geometry of the crystal lattice by joining the lattice point by lines. ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ലാറ്റിസ് പോയിന്റ്. ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ജോമെട്രി കിട്ടും. ഓക്കെ. ഇനി വേറെ കാര്യം മനസ്സിലായിക്കോളൂ. ഈ ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ സ്പേസ് ലാറ്റിസ് എന്നും കൂടി വിളിക്കാം. എന്താണ്? ക്രിസ്റ്റൽ ലാറ്റിസിനെ നമ്മൾ സ്പേസ് ലാറ്റിസും കൂടി വിളിക്കാറുണ്ട്. കാരണം ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ പോയിന്റ് നമ്മൾ സ്പേസിൽ അറേഞ്ച് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം അല്ലേ? അതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിനെ എന്തുമായിട്ടും പറയാറുണ്ട്? സ്പേസ് ലാറ്റിസ് എന്നും പറയാറുണ്ട്. മനസ്സിലായോ? ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോയത്. ഇനി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ലാറ്റിസ് പോയിന്റുകളൊക്കെ ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ജോമെട്രി കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള ഒരു 3-dimensional ജോമെട്രി വരയ്ക്കാൻ പോവാണ്. ഈ 3-dimensional ആയിട്ട് അറേഞ്ച് ചെയ്ത ലാറ്റിസ് പോയിന്റിൽ നിന്നും ഒരു സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു 3-dimensional ജോമെട്രി വരയ്ക്കാൻ പോവാണ്. ആ ജോമെട്രിയുടെ പ്രത്യേകത എന്താവണം? അത് റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കണം ഈ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസും കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? മാത്രമല്ല ആ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെയോ അല്ലെങ്കിൽ ഹോൾ ക്രിസ്റ്റലിന്റെയോ എല്ലാ സിമ്മട്രിയും ആര് പൊസസ് ചെയ്യണം? ഞാൻ വരയ്ക്കാൻ പോകുന്ന ഈ സ്മോളസ്റ്റ് 3-dimensional ജോമെട്രി പൊസസ് ചെയ്യണം. എന്തുപോലെ? ഇപ്പൊ നമ്മളൊരു വാൾ ഉണ്ടാക്കുക, ഒരു ചുമര് ബിൽഡ് ചെയ്യാൻ വിചാരിച്ചോളൂ. ആ ചുമര് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ ഓരോ ഇഷ്ടികയും എന്താണ്? അതിന്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കാണ്. ആ ഇഷ്ടിക റിപ്പീറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ വാള് കിട്ടുന്നത്. അവിടെ ഇഷ്ടിക ഏതുപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്
അതുപോലെ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു ഇഷ്ടികയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു യൂണിറ്റ് ബ്ലോക്ക്, അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. ആ യൂണിറ്റ് സെല്ലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കി നോക്കൂ, ശ്രദ്ധിക്കൂ നിങ്ങൾ. ആദ്യം ഞാൻ സ്മോളസ്റ്റ് 3 ഡയമെൻഷണൽ ജോമെട്രി വരയ്ക്കാൻ പോവാണ്. ആ ജോമെട്രി റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടണം. മാത്രമല്ല ആ സ്മോളസ്റ്റ് ജോമെട്രിക്ക് എന്തിന്റെ എല്ലാ സിമെട്രിയും പൊസസ് ചെയ്യണം? ഹോൾ ക്രിസ്റ്റലിന്റെ അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ജോമെട്രി പൊസസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയുള്ള 3 ഡയമെൻഷണൽ ജോമെട്രിയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇത് ഞാൻ കണക്ട് ചെയ്തു, ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഇവിടെയും വരച്ചു, ഇവിടെയും വരച്ചു. ഇനി അടുത്തത് എന്താണ്? ഇത് വരച്ചു, ഇത് വരച്ചു, ഇത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. ഞാൻ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം? ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം? അതുപോലെ തന്നെ ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം? ഇതിനെങ്ങനെ ജോയിൻ ചെയ്യാം? അപ്പൊ നോക്കി നോക്കൂ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു 3 ഡയമെൻഷണൽ ജോമെട്രി കിട്ടി. ഈ ജോമെട്രിന്റെ പ്രത്യേകത എന്താ നോക്കി നോക്കൂ. ഈ ജോമെട്രി, ഈ 3 ഡയമെൻഷണൽ ജോമെട്രി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇടതുവശത്തേക്കും വലതുവശത്തേക്കും മുകളിലേക്കും താഴേക്കും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഈ സ്മോളസ്റ്റ് ജോമെട്രിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. എന്താണ്? യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ. ഇപ്പൊ യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണ്? യൂണിറ്റ് സെല്ല് റിപ്പീറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ഡയറക്ഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസ് കിട്ടും. മനസ്സിലായോ? മാത്രമല്ല ആ യൂണിറ്റ് സെല്ലിന് ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ അതല്ലെങ്കിൽ ആ ഹോൾ ക്രിസ്റ്റലിന്റെ എല്ലാ സിമെട്രിയും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് യൂണിറ്റ് സെൽ ഡിഫൈൻ ചെയ്തൂടെ? എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് which on repetition on different direction give the whole crystal lattice. ഒന്നുകൂടി പറയാം, എന്താണ് യൂണിറ്റ് സെൽ എന്ന്? എളുപ്പമാണ്. യൂണിറ്റ് സെൽ എന്താണ്? യൂണിറ്റ് സെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ crystal lattice which on repetition on different direction gives the entire crystal lattice. മനസ്സിലായോ? മാത്രമല്ല ആ യൂണിറ്റ് സെല്ലിന് എന്തുണ്ടായിരിക്കണം? That unit cell possess all the symmetry which possess the entire crystal. ആ entire crystal possess ചെയ്യുന്ന എല്ലാ സിമെട്രിയും ആര് possess ചെയ്യണം? ഈ നമ്മുടെ യൂണിറ്റ് സെല്ല് possess ചെയ്യണം. ഇപ്പൊ നോക്കി നോക്കൂ, ഞാൻ ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് അങ്ങനെ 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 നമുക്ക് എന്ത് കിട്ടും? ഹോൾ ക്രിസ്റ്റൽ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്ത്? യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ സ്മോളസ്റ്റ് പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഇനി നോക്കൂ കുട്ടികളെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതിൽ കണ്ടമാനം കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും ഒരു ക്രിസ്റ്റലിൽ, ഇല്ലേ? അതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്തു? ക്രിസ്റ്റൽ ലാറ്റിസിൽ ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിളിനെ ഓരോ ലാറ്റിസ് പോയിന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതിനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെയും ജോമെട്രി കിട്ടും. അപ്പൊ അങ്ങനത്തെ ജോമെട്രി ഇവിടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഈ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു പാർട്ട് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ് ഞാൻ ഇവിടെ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ എന്താ വരയ്ക്കാൻ പോകുന്നത്? ഈ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു പാർട്ട്, എ പാർട്ട് ഓഫ് ദി ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസ് ഈസ് ഗോയിങ് ടു ഡ്രോ ഹിയർ. അതാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോളൂ എങ്ങനെയാ വരയ്ക്കുന്നത് എന്നുള്ളത്. ആദ്യം നമ്മളൊരു ക്യൂബ് വരയ്ക്കുക. എന്താണ്? ഒരു ക്യൂബ് വരയ്ക്കുക. ഒരു ക്യൂബ് വരയ്ക്കുക. എന്താണ് നമ്മൾ 2 സ്ക്വയർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതെന്ത് ചെയ്യുക? ഈ 2 സ്ക്വയേഴ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ ഒരു ക്യൂബ് കിട്ടും നമുക്ക്. കിട്ടിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സൈഡിന്റെയും മിഡിലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് അടയാളപ്പെടുത്തണം. ഓരോ സൈഡിന്റെയും മിഡിലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ പോയിന്റ് അടയാളപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ നടു എവിടെയാണ്? ഈ ലൈനിന്റെ ഇവിടെ വരയ്ക്കുക. ഈ ലൈനിന്റെ നടു എവിടെ വരും? ഇവിടെ വരും. കാണുന്നുണ്ടല്ലോ? ഈ ലൈനിന്റെ നടു എവിടെ വരും? മിഡിൽ ഇവിടെ വരും. ഈ ലൈനിന്റെ മിഡിൽ നടു എവിടെ വരും? ഇവിടെ വരും. അങ്ങനെ ഓരോ സൈഡിന്റെയും വരയ്ക്കുക. അതായത് ഈ സൈഡിന്റെ മിഡിൽ എവിടെ? ഇവിടെ വരും. ഈ സൈഡിന്റെ മിഡിൽ ഏകദേശം ഇവിടെ വരും. ഈ സൈഡിന്റെ മിഡിൽ
ഇവിടെ വരും, നമ്മൾ ഇവിടെ വിട്ടു വേണ്ട. അപ്പൊ ഈ സൈഡിന്റെ മിഡിൽ ഇവിടെ വരും, ഇനി ഈ സൈഡിന്റെ മിഡിൽ ഇവിടെ വരും, ഇതിന്റെ മിഡിൽ ഇവിടെ വരച്ചു. നമ്മൾ പുറകിലുള്ള സൈഡിന്റെ മിഡിൽ നമ്മൾ ഏകദേശം ഇവിടെയും വരച്ചു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡിലും ഒരു പ്ലസ് സൈൻ വരയ്ക്കുക. ഈ മിഡിലുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? പ്ലസ് സൈൻ വരയ്ക്കണം. അപ്പൊ എങ്ങനെയാ പ്ലസ് സൈൻ വരയ്ക്കാൻ നോക്കൂ. ഇവിടെ ഒരു പ്ലസ് സൈൻ വരച്ചു, ഇവിടെ ഒരു പ്ലസ് സൈൻ വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു പ്ലസ് സൈൻ വരച്ചു, ഇവിടെ ഒരു പ്ലസ് സൈൻ വരച്ചു, പിന്നെ ഇവിടെ ഒരു പ്ലസ് സൈൻ വരച്ചു, ഈ സൈഡിൽ ഒരു പ്ലസ് സൈൻ വരച്ചു. നമ്മൾ ഇവിടെ ഈ സൈഡിലും പ്ലസ് സൈൻ വരച്ചു. ഇനി പുറകിലെ സൈഡിൽ നമ്മൾ പ്ലസ് സൈൻ വരച്ചിട്ടില്ല, പുറകിലും നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് സൈൻ വരച്ചു. ഇനി ഫ്രണ്ടിലെ സൈഡിൽ നമ്മൾ പ്ലസ് സൈൻ വരച്ചിട്ടില്ല, അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്ലസ് സൈൻ വരച്ചു. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലുള്ള പ്ലസ് സൈഡിന്റെയും നടുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം. ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തണം. ഈ പ്ലസ് സൈൻ എല്ലാ സൈഡിന്റെയും പ്ലസിന്റെ നടുവിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് പുറകിന്റെയും ഫ്രണ്ടിന്റെയും പ്ലസ് സൈഡിലും നടുവിൽ നമ്മൾ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടില്ലല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മൾ ഫ്രണ്ട് സൈഡിന്റെ പ്ലസ് സൈഡിന്റെ നടുവിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ബാക്ക് സൈഡിന്റെ പ്ലസ് സൈഡിൽ എന്ത് അടയാളപ്പെടുത്തി? ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ നമ്മൾ കറസ്പോണ്ടിങ് പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്യണം. അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള പ്ലസ് സൈനിന്റെ പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആദ്യം മുകളിലും താഴെയുമുള്ള പ്ലസ് സൈനിന്റെ നടുവിലുള്ള പോയിന്റുകൾ ജോയിൻ ചെയ്തു. ഇനി സൈഡിലുള്ളത് ഓക്കെ, സൈഡിലുള്ളതും വരച്ച് ഇനി നമ്മൾ മുന്നിലും പുറകിലുള്ള പോയിന്റ് ഓക്കെ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി നോക്കും നിങ്ങള്. ഞാൻ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഇത് ഇന്റൻസിഫൈ ചെയ്യാം ഓരോ ലൈന്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഒന്നുകൂടി മനസ്സിലാവുള്ളൂ തോന്നുന്നു. ഇനി നമ്മൾ ഇതിന്റെ നടുവിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെയൊക്കെ എന്തുണ്ട്? ഓരോ പോയിന്റുകളുണ്ട്. ഇതൊക്കെ എന്താണ്? ലാറ്റിസ് പോയിന്റുകളാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. ഇവിടെ ഞാൻ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്, ഈ പോർഷൻ. അപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് എന്താണ്? ഈ ഹോൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഒരു പാർട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഓരോ ലാറ്റിസ് പോയിന്റ് ആണ്. അതിനൊക്കെ ഞാൻ ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഒരു ജോമെട്രി കിട്ടി, ഒരു പെർട്ടിക്കുലർ ജോമെട്രി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതിൽ നിങ്ങൾ നോക്കി നോക്കൂ. ഞാൻ ഈ താഴെ കാണുന്ന ഒരു പോർഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ നോക്കൂ നിങ്ങൾ. ഇത് ആ പോർഷൻ ഞാൻ എ എന്ന് കൊടുത്തു. നോക്കൂ, ഈ എ എന്നുള്ള യൂണിറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ ഈ എൻ്റയർ ക്രിസ്റ്റലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സപ്പോസ് ഒരു ക്യൂബ് ആണ് വിചാരിക്കുക, ക്യൂബ് പോലെ ഉണ്ട് വിചാരിക്കുക, ക്യൂബ് ഷേപ്പിലാണ് വിചാരിക്കുക, വാട്ട് എവർ മേ ബി ഇത് ഷേപ്പ്, ആ ഷേപ്പ് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ ഈ ഹോൾ ക്രിസ്റ്റലാറ്റിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സ്മോളസ്റ്റ് പോർഷൻ നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ യൂണിറ്റ് സെല്ലാണ്, ഞാൻ ഒന്നും കൂടി അതിനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ പിക്ചറൈസ് ചെയ്തു തന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ്? ഈ വലിയ ക്രിസ്റ്റലാറ്റിസിന്റെ ഒരു പാർട്ടാണ്, പാർട്ട് ഓഫ് ക്രിസ്റ്റലാറ്റിസ് ആണ്. ഈ ചെറുത് വരച്ച എന്താണ്? ആ ക്രിസ്റ്റലാറ്റിസിന്റെ യൂണിറ്റ് സെല്ലാണ്, അതല്ലെങ്കിൽ ആ ക്രിസ്റ്റലാറ്റിസിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഈ യൂണിറ്റ് സെല്ല് റിപ്പീറ്റ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് എൻ്റെ ക്രിസ്റ്റലാറ്റിസ് കിട്ടും. ഇവിടെ 1 2 3 4 5 6 7 8 യൂണിറ്റ് സെല്ല് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ ക്രിസ്റ്റലാറ്റിസ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ക്രിസ്റ്റലാറ്റിസും യൂണിറ്റ് സെല്ലും ഉള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ യൂണിറ്റ് സെല്ലിനെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കാൻ പോവാണ്.
നമ്മൾ ഷെയ്ഡ് ചെയ്ത ആ യൂണിറ്റ് സെൽ ഉണ്ടല്ലോ, ആ യൂണിറ്റ് സെല്ല് ഞാൻ ഇവിടെ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ ഒന്നുകൂടി ഇവിടെ വരയ്ക്കാൻ പോവാണ്. നോക്കി നോക്കൂ, ഈ ഷെയ്ഡ് ചെയ്ത യൂണിറ്റ് സെല്ലാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇത് എക്സ് വൈ സെഡ് ഡയറക്ഷനിലേക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഈ ഹോൾ ക്രിസ്റ്റലാറ്റിസ് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് കൊടുക്കും, ഇവിടെ ഞാൻ ഓരോ ആക്സിസ് നമുക്ക് മാർക്ക് ചെയ്യാം. ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് സെഡ്. ഈ എക്സ് ആക്സിസിൽ ഇതിന്റെ എഡ്ജ് ലെങ്ത് ഞാൻ എന്ത് നോട്ടേറ്റ് ചെയ്തു, എ എന്ന് നോട്ടേറ്റ് ചെയ്തു. വൈ ആക്സിസിൽ ഇതിന്റെ ഈ ഇത്രയും ദൂരത്തെ ഞാൻ എങ്ങനെ നോട്ടേറ്റ് ചെയ്തു, ബി എന്ന് നോട്ടേറ്റ് ചെയ്തു. സെഡ് ആക്സിസിൽ ഇത്രയുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ത് നോട്ടേറ്റ് ചെയ്തു, സി എന്ന് നോട്ടേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ യൂണിറ്റ് സെല്ലിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ് കിട്ടി, വിച്ച് റെപ്രസെന്റ് ദ എഡ്ജ് ലെങ്ത് along x, y and z, along x, along y, along z. ഈ ആക്സിസിൽ ഈ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ എഡ്ജ് ഡയമെൻഷൻസ് കിട്ടി. അത് ഏതൊക്കെയാണ്? along x a എന്ന് നോട്ടേറ്റ് ചെയ്തു, along y നമ്മൾ b എന്ന് നോട്ടേറ്റ് ചെയ്തു, along z നമ്മൾ c എന്ന് നോട്ടേറ്റ് ചെയ്തു. ഇനി ഇതിന് വേറെ ഡയമെൻഷൻസ് ഉണ്ടോ ഈ യൂണിറ്റ് സെല്ലിന്? ഉണ്ട്. നോക്കി നോക്കൂ, ഈ ആംഗിൾസ് നോക്കി നോക്കൂ. ബിയും എഡ്ജ് എയും ബിയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്, എഡ്ജ് എയും സിയും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്, എഡ്ജ് ബിയും സിയും തമ്മിൽ എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ആ ആംഗിളുകളും എന്താണ്, ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു ക്യാരക്ടർ, ആ യൂണിറ്റ് സെല്ലിൽ ഏതാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പാണ് അല്ലെങ്കിൽ അതിന്റെ ജോമെട്രി ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്തതിന് പങ്കുവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഏതൊക്കെ? ഈ എഡ്ജ് ഡയമെൻഷൻസ്, അതുപോലെ തന്നെ ആംഗിൾസ് ബിറ്റ്വീൻ ദ എഡ്ജസ് വിച്ച് ഡിസൈഡ്സ് ദ ജോമെട്രി ഓഫ് ദി യൂണിറ്റ് സെൽ. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓരോ ആംഗിളുകളും നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ബിയുടെയും ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ജനറൽ ആയിട്ട് മാർക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ന് പറയുന്നത് ഗാമ. ഇതാണ് ഗാമയായിരിക്കും, മറന്നുപോലും. ബിയുടെയും എയുടെ ഇടയ്ക്ക്, ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് എ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? ഗാമയാണ്. മാറിപ്പോയ കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു യൂണിഫോം രീതിയിൽ പഠിക്കുക. പൊതുവെ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയുടെയും ബിയുടെ ഇടയ്ക്ക് മാർക്ക് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഗാമയാണ്. ഇനി എയുടെയും സിയുടെയും ഇടയ്ക്ക് മാർക്ക് ചെയ്യുന്നത് ബീറ്റ ആയിരിക്കും. എന്താണ്? ബീറ്റ. എ എഡ്ജ് ലെങ്ത്തിനും എ എന്ന എഡ്ജ് സൈഡിനും സി എന്ന എഡ്ജ് സൈഡിനും നമ്മൾ അതിന്റെ ഇടയിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ബീറ്റ ആയിരിക്കും. അപ്പം എയുടെയും സിയുടെ ഇടയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഏതായിരിക്കും? ബീറ്റ ആയിരിക്കും. മനസ്സിലായോ? ഇനി എന്തുണ്ട്? സി എന്നുള്ള എഡ്ജിനും ബി എന്നുള്ള എഡ്ജിന്റെ ഇടയിലുള്ള ആംഗിൾ ബാക്കിയുണ്ട്. അത് നമ്മൾ സ്വാഭാവികമായിട്ട് മാർക്ക് ചെയ്യാറ് ആൽഫ ഉപയോഗിച്ചിട്ടാണ്. എന്താണ്? ആൽഫ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യാറ്. അപ്പം നമുക്ക് പറയാം ബി ആൻഡ് സി എന്നുള്ള എഡ്ജിന്റെ ഇടയിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ആൽഫയാണ്. ഓക്കെ. ഈ ആംഗിളിന്റെ ലെറ്റർ ആംഗിളോട് മാറിച്ച കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന മാനർ എങ്ങനെയാണ്? ബി എന്നുള്ള സൈഡിനും എ എന്നുള്ള സൈഡിന്റെ ഇടയിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ഗാമയാണ്. എയുടെയും സിയുടെയും എഡ്ജിന്റെ ഇടയിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ബീറ്റയാണ്. ബിയുടെയും സിയുടെ ഇടയിൽ മാർക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ആൽഫയാണ്. മനസ്സിലായോ? മറന്നുപോയത്. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ യൂണിറ്റ് സെൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പ്രധാനമായിട്ടും ആ യൂണിറ്റ് സെല്ലിന്റെ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിന്റെ ജോമെട്രി ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രധാനമായിട്ട് ഏതൊക്കെ ഫാക്ടറുകളാണ്? ആ എഡ്ജ് ലെങ്ത്തിന്റെ വാല്യൂവും ആ എഡ്ജുകൾ തമ്മിലുള്ള ആംഗിളും എന്ത് ഡിസൈഡ് ചെയ്യുന്നു? ആ യൂണിറ്റ് സെല്ലിന്റെ ജോമെട്രി ഡിസൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം each unit cell is characterized by the dimensions of edge lengths noted as ABC along different direction and the angles between the edges which is noted as alpha, beta, gamma. അപ്പോൾ ഈ എഡ്ജ് ലെങ്ത്തും ആംഗിൾ ബിറ്റ്വീൻ എഡ്ജസും നോക്കിയിട്ട് നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലിൽ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലിൽ എന്തിനനുസരിച്ച് അതിന്റെ ജോമെട്രി എന്തിനനുസരിച്ച് വ്യത്യാസം വരും? ഈ എഡ്ജ് ലെങ്ത്തിനും ആംഗിളിനും അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ ഇത്രയാണ് ക്രിസ്റ്റൽ ലാറ്റിസിനെയും യൂണിറ്റ് സെല്ലിനെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഈ യൂണിറ്റ് സെല്ലിൽ ഇങ്ങനെ എക്സ് വൈ സെഡ് ഡയറക്ഷനിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ ക്രിസ്റ്റൽ ലാറ്റിസ്
കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ് യൂണിറ്റ് സെല്ലിന്റെ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെൽ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദ യൂണിറ്റ് സെൽ. എവിടെയാണോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഒരു യൂണിറ്റ് സെല്ലിൽ പ്രസന്റ് ആയത്, ഏത് പൊസിഷനിലാണോ പ്രസന്റ് ചെയ്തത്, അതിന്റെ ബേസിസിൽ യൂണിറ്റ് സെല്ലിനെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണ്. ഇതാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലും. രണ്ടാമത്തെ ഏതാണ്? സെന്റേർഡ് യൂണിറ്റ് സെല്ലും. സെന്റേർഡ് യൂണിറ്റ് സെല്ലും. അതിൽ പ്രിമിറ്റീവ് ആണ് ഫണ്ടമെന്റൽ ആയിട്ട് യൂണിറ്റ് സെല്ല്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിലെ നമ്മൾ പറഞ്ഞ എന്തിന്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ? ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ദ യൂണിറ്റ് സെൽ. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ്? പ്രിമിറ്റീവ് ആണ്. പ്രിമിറ്റീവിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു നമ്മളിപ്പോൾ പഠിച്ച് എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെല്ല് റെപ്രസെന്റ് ചെയ്യാം. ജനറലി നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യാം. അത് ക്യൂബ് ആയിരിക്കാം. ആ എഡ്ജ് ലെങ്ത്തിന്റെയും ആംഗിളിന്റെയും വ്യത്യാസം അനുസരിച്ചിട്ട് അതിന്റെ ജോമെട്രിയിൽ വ്യത്യാസം വരും. ക്യൂബ് തന്നെ ആയിക്കോളന്നില്ല, മനസ്സിലായില്ല. പക്ഷെ ജനറലി നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഈ യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമാണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ആയി കഴിഞ്ഞാൽ അത് ഏത് വിഭാഗത്തിൽ വരും? പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് വരും. എന്താണ് പ്രിമിറ്റീവ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഗ്രൂപ്പാണ്. ഫണ്ടമെന്റൽ ക്ലാസ്സിൽ പെടുന്ന യൂണിറ്റ് സെല്ലാണ് ഇത് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് only at the corners of a unit cell, then such type of unit cells are belongs in the category primitives. Primitive unit cell. ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ മാത്രമേ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ആയതുള്ളൂ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ ടൈപ്പ് യൂണിറ്റ് സെല്ല് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? പ്രിമിറ്റീവ് ടൈപ്പ് യൂണിറ്റ് സെല്ലിൽ പെടുത്താം. ഓക്കെ, ഇനി നമുക്ക് സെന്റേർഡ് യൂണിറ്റ് സെല്ല് വരാം. ആക്ച്വലി സെന്റേർഡ് യൂണിറ്റ് സെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ നമ്മൾ പറഞ്ഞ എന്തുകൊണ്ട് എല്ലാ കോർണേഴ്സിലും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ട് പറഞ്ഞു. ഈ സെന്റേർഡ് യൂണിറ്റ് സെല്ലിന്റെ കേസിലും എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട്. ഇൻ അഡീഷൻ വേറെ ചില പൊസിഷനിലും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇനി നമുക്ക് എന്താണ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ സെന്റേർഡ് യൂണിറ്റ് സെൽ വൺ ഓർ മോർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് in different positions other than the corners of a unit cell. യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിൽ അല്ലാണ്ട് ഒന്നോ രണ്ടോ അതിൽ ഒന്നിൽ കൂടുതൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആ യൂണിറ്റ് സെല്ലിന്റെ വേറെ ചില പൊസിഷനിലും കൂടി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കാറ്റഗറിയെ വിളിക്കുന്ന പേരാണ് എന്ത്? സെന്റേർഡ് യൂണിറ്റ് സെൽ. അപ്പൊ എന്താ സെന്റേർഡ് യൂണിറ്റ് സെൽ പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ സെന്റേർഡ് യൂണിറ്റ് സെൽ വൺ ഓർ മോർ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ other than the corners of the unit cell. കോർണേഴ്സിൽ എന്തായാലും ഉണ്ടാവും. അതിലുപരിയായിട്ട് ആ യൂണിറ്റ് സെല്ലിന്റെ വേറെ ചില ഭാഗങ്ങളിലൂടെയും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ആവുകയാണെങ്കിൽ അത്തരം ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ല് നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താം? സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ പെടുത്താം. സെന്റേർഡ് യൂണിറ്റ് സെല്ല് വീണ്ടും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ, ബോഡി സെന്റേർഡ്, then face centered, then end centered. ഇത്രയായിട്ട് നമുക്ക് എന്താ ക്ലാസിഫൈ ചെയ്യാം? സെന്റേർഡ് യൂണിറ്റ് സെല്ലിനെ ക്ലാസിഫൈ ചെയ്യാം. ഈ ഓരോ പേരിലും ഉണ്ട് ആ യൂണിറ്റ് സെൽ എന്താണെന്നുള്ളത്. നമുക്ക് എന്ത് നോക്കാം? ആദ്യം ബോഡി സെന്റേർഡ് നോക്കാം. ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് if a constant particle is present in the body center, if one constant particle is present in the body center in addition to the particle present at the corners, അവിടെ കോർണേഴ്സിൽ പ്രസന്റ് ചെയ്ത കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന് ഉപരിയായിട്ട് ബോഡി സെന്ററിലും എന്തുണ്ടായിരിക്കും? ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അത്തരത്തിൽ വരുന്ന യൂണിറ്റ് സെല്ലിൽ നമുക്ക് എന്ത് വിളിക്കാം? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെ വരും? ഇൻ അഡീഷൻ ടു ദി കോർണേഴ്സ് അവിടെ എവിടെയും കൂടി യൂണിറ്റ് സെല്ല് വരും, സെന്ററിലും കൂടി വരും, ബോഡി സെന്ററിലും കൂടി വരും. കോർണേഴ്സിൽ എന്തായാലും ഉണ്ടായിരിക്കും,
എല്ലാ കോർണേഴ്സിലും വരച്ചു. പിന്നെ എന്തുണ്ടായിരിക്കും? ഇൻ അഡീഷൻ ഈ ബോഡി സെന്ററിലും എന്തുണ്ടാവും? ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. മനസ്സിലായോ? ഇതാണ് എന്ത്? ബോഡി സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഫേസ് സെന്റേർഡ് ആണ്. എന്താണ്? ഫേസ് സെന്റേർഡ്. ഫേസ് സെന്റേർഡ് അത് ആ പേരിൽ തന്നെ കിടക്കുന്നുണ്ട് അതിന്റെ ഡെഫിനിഷൻ. എന്താണ് എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഫ് എ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ഈച്ച് സൈഡ് ഓഫ് എ യൂണിറ്റ് സെൽ, in addition the constant particle present at the corners of the unit cell. അവിടെ കോർണേഴ്സിൽ എന്തായാലും യൂണിറ്റ് സെൽ ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. ഇൻ അഡീഷൻ എവിടെയൊക്കെ കാണും കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ? എല്ലാ ഫേസിന്റെയും സെന്ററിലും എന്ത് കാണും? എല്ലാ ഫേസിന്റെയും സെന്ററിലും ഓരോ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ കാണും. അപ്പൊ എന്താണ് ഫേസ് സെന്റേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദ സെന്റർ ഓഫ് ഈച്ച് സൈഡ് ഇൻ അഡീഷൻ to the constant particle present at the corner position. കോർണർ പൊസിഷനിൽ ഉപരിയായിട്ട് ഓരോ ഫേസിന്റെ സെന്ററിലും കൂടി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പൊ അതെങ്ങനെ നോട്ടായിട്ട് കാണിക്കാം നമുക്ക്? എല്ലാ കോർണേഴ്സിലും ആൾറെഡി ഉണ്ടായിരിക്കും. അതിന്റെ ഉപരിയായിട്ട് അവിടെ ഉണ്ടാവും ഓരോ സൈഡിന്റെയും സെന്ററിലും എന്തുണ്ടായിരിക്കും? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടാവും. ഈ രണ്ട് സൈഡ്, പുറകിലെയും ഫ്രണ്ടിലെയും സൈഡ്, മുകളിലെയും താഴത്തെയും സൈഡ്. അപ്പൊ 6 സൈഡിന്റെയും സെന്ററിൽ എന്തുണ്ടാവും? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത സെന്റേർഡ് ടൈപ്പ് ഏതാണ്? എൻഡ് സെന്റേർഡ് ആണ്. ഏതാണ്? എൻഡ് സെന്റേർഡ്. എൻഡ് സെന്റേർഡ്. എൻഡ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ കേട്ടോളൂ. ഇൻ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ a constant particle is present any two opposite sides in addition to the corner position of the unit cell. എന്താണ്? In end centered unit cell a constant particle is present at the center of any two opposite sides. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സെന്ററിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും. In addition the constant particle present at the corner position. കോർണർ പൊസിഷനിൽ പ്രസന്റ് ആയതിന്റെ ഉപരിയായിട്ട് എവിടെയൊക്കെ ഉണ്ടായിരിക്കും? ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിൽ ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. എന്താണ്? ഇൻ എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെൽ എ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഈസ് പ്രസന്റ് അറ്റ് ദി സെന്റർ ഓഫ് എനി ടു ഓപ്പോസിറ്റ് സൈഡ്സ്. ഇൻ അഡീഷൻ ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ പ്രസന്റ് അറ്റ് ദി ഈച്ച് കോർണർ പൊസിഷൻ ഓഫ് ദി യൂണിറ്റ് സെൽ. മനസ്സിലായോ? അതിന് നമുക്ക് എങ്ങനെ നോട്ടേറ്റ് ചെയ്യാം? അപ്പൊ അതിന് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കൂ. അതിന് നമുക്ക് ഈ പറഞ്ഞ പ്രകാരം എളുപ്പമാണ് വരയ്ക്കാൻ. നമ്മൾ ഇങ്ങനെ വരച്ചു. കോർണറിൽ എന്തായാലും ഉണ്ടായിരിക്കും. കോർണറിൽ വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിൽ, അത് ഇവിടെ ആവാം, ഇതൊരു എൻഡ് സെന്റേർഡ് ആണ്. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ആവാം, അതല്ലെങ്കിൽ എന്ത് വരാം? ഈ പാർട്ടിക്കിള് മുകളത്തെയും താഴത്തെയും ഫേസിലും വരാം. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിൽ എന്തുണ്ടായിരിക്കും? കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് ഏതിൽ വരുന്നത്? എൻഡ് സെന്റേർഡ് യൂണിറ്റ് സെല്ലിൽ വരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ സെക്ഷനിൽ ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് യൂണിറ്റ് സെൽ, എന്താണ് ക്രിസ്റ്റലാറ്റിസ്, എന്താണ് യൂണിറ്റ് സെൽ, യൂണിറ്റ് സെല്ലിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ്. എന്തിന്റെ ബേസിസിൽ? based on the position of constant particle present in the unit cell. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, അതുവരേക്കും